2 ദിവസത്തെ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ദുബായിലാണ് ആദ്യ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നത്. ദുബായിൽ നടക്കുന്ന ഗ്ലോബൽ ഗവൺമെന്റ് സബ്മിറ്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഏതാണ്ട് 20ഓളം മിനിറ്റാണ് അദ്ദേഹം ഈ ഉച്ചകോടിയിൽ സംസാരിക്കുക. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ശേഷം അബുദാബിയിൽ എത്തുന്നു. അബുദാബിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മതേതരത്വത്തിന്റെ മുഖമുദ്ര, ഐക്യത്തിന്റെ മുഖമുദ്ര, ക്ഷേത്രം എന്നൊക്കെ പറയാവുന്ന വാബ്സ് ഹിന്ദു മന്ദിർ ഇന്ന് അദ്ദേഹം സമർപ്പിക്കാൻ പോകുകയാണ്. 27 ഏക്കറിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം നേരത്തെ നടന്നു. ഇന്ന് രാവിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. അതിനുശേഷം ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി, ഐക്യത്തിന്റെ മഹോത്സവം എന്നുള്ള പേരിൽ പല പൂജകളും അതോടൊപ്പം തന്നെ ആഘോഷ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് UAE സമയം 2 മണി മുതലാണ് ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളത്. 2 മണി മുതൽ 3 മണി വരെ പ്രവേശനം അനുവദിക്കും. 3:30 ഗേറ്റുകൾ അടയ്ക്കും. 3:30 ഗേറ്റുകൾ അടച്ചാൽ പിന്നീട് 4 മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ പ്രവേശനമായിരിക്കും. 4 മണിക്ക് മോദി അവിടെ എത്തിയതിനു ശേഷം ഈ ക്ഷേത്രം വിശ്വാസികൾക്കും സന്ദർശകർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. 27 ഏക്കറിൽ 13 ഏക്കറിലായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. മറ്റ് സ്ഥലം വളരെ വിശാലമായ പാർക്കിങ്ങും പൂന്തോട്ടവും അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. 2018 നരേന്ദ്രമോദി തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ മാതൃക പുറത്തുവിട്ടത്. 19 ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പല രാജ്യങ്ങളിൽ നിന്നായി മാർബിളുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും ഒക്കെ കൊണ്ടുവന്നു. ആ ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനുശേഷം വൈകുന്നേരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്ക് പോകുകയാണ്. ഖത്തർ അമീറുമായിട്ടുള്ള കൂടിക്കാഴ്ച. നമുക്കറിയാവുന്നതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൊലക്കയറിന് മുന്നിൽ അല്ലെങ്കിൽ ആ മരണത്തിന് മുന്നിൽ നിന്നിരുന്ന ആളുകളെ രക്ഷിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് മലയാളി അടക്കം തിരുവനന്തപുരത്തുകാരനടക്കമുള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥൻ, നാവികസേന ഉദ്യോഗസ്ഥൻ, അവരുടെ ഒക്കെ രക്ഷ, അതിന് നന്ദി അറിയിക്കാൻ കൂടി ഖത്തറിലെത്തുകയാണ്. പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ 2ാമത്തെ ഖത്തർ സന്ദർശനമാണ് അത്. 7ാമത്തെ UAE സന്ദർശനത്തിന് ശേഷം 2ാം ഖത്തർ സന്ദർശനത്തിന് അദ്ദേഹം പോകുകയാണ്. ബഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.